ജയന്തിലേക്ക് കൂടി. ജയന്ത്, നിങ്ങളും ഈ ആക്ഷൻ കൗൺസിലുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കും. മനാഫിന്റെ ആ സാങ്കേതിക പ്രശ്നം പരിഹരിക്കപ്പെടുമെന്ന് വിചാരിക്കുന്നു. ജയന്ത്, നിങ്ങൾക്കും ആ തരത്തിൽ പറയാൻ ആക്ഷൻ കൗൺസിൽ അംഗങ്ങളായിട്ട് നിന്നവർക്ക് പോലും ദുരൂഹമായിട്ടുള്ള സാഹചര്യങ്ങളൂടെ കടന്നു പോകേണ്ട സ്ഥിതി, അങ്ങനെ ഉള്ള മരണങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഭീഷണി നേരിട്ട് വന്നിരിക്കുന്നു, ഇന്ന് വന്നിരിക്കുന്നു. ഞങ്ങളുടെ റിപ്പോർട്ടർക്കും മനാഫിനും ആ ഭീഷണി നേരിടേണ്ടി വന്നു എന്നാണ് പറയുന്നത്. ജയന്ത്, നിങ്ങൾ ഈ കഴിഞ്ഞ സമയങ്ങളിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് മുന്നിട്ട് നിൽക്കുമ്പോൾ ഏത് തരത്തിലൂടെയാണ് കടന്നുപോയിരിക്കുന്നത്? ഇന്ന് പോലീസ് പോലും ഈ പരിശോധനയ്ക്ക് വരാതെ മാറി നിൽക്കുന്ന ഒരു സാഹചര്യത്തെ എങ്ങനെയാണ് കാണുന്നത്? ഞാൻ ഇതിന് ഇറങ്ങിയ പിന്നെ ഞാൻ തന്നെ എനിക്ക് ജീവിതത്തിന് അപായമുണ്ടെന്ന് പറഞ്ഞ് ഞാൻ തന്നെ കുറെ കംപ്ലൈന്റുകൾ ചെയ്തിട്ടുണ്ട് സർക്കാരത്തിന്. അതേപോലെ ഇപ്പൊ എന്താന്ന് വെച്ചെങ്കിൽ ഇത് ആരുടെ എന്ന് പറഞ്ഞ ആരെ നടത്തുന്ന അവരുടെ പവർ ടി വി എന്ന് പറഞ്ഞൊരു ടി വി ഉണ്ട്. ആ ടി വിയിൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അത് തന്നെ ചെയ്തോണ്ടിരിക്കും, വേറെ ഒന്നും ചെയ്തോണ്ടിരിക്കുന്നില്ല. ഏത് രീതി വേണം ആ രീതി ഞങ്ങളെ എന്താ മാറ്റി തീർക്കാനുള്ള പണിയെ ചെയ്തോണ്ടിരിക്കുന്നത്. അത് കർണാടക ഒരേ ഒരു ടി വിക്കാരൻ ചെയ്യുന്നുള്ളൂ, പവർ ടി വി എന്ന് പറഞ്ഞുകൊണ്ട്. ഇതിനും നമ്മൾ തലച്ചുടാക്കുന്നില്ല. അവരിനി എന്തോ ചെയ്താലും നമ്മൾ ഇതിനൊന്നും തലച്ചുടാക്കുന്ന പരിപാടിയേ ഇല്ല. അവര് പിന്നെ ഇപ്പൊ കത്തിയെടുത്ത് നേരെ വന്നെന്ന് പറഞ്ഞാൽ നേരെ നിൽക്കുമല്ലാതെ ഓടുന്ന പരിപാടിയൊന്നും ഇല്ല, ഓടാനും ഇല്ല ഞങ്ങൾ. ജയന്ത്, ആക്ഷൻ കൗൺസിൽ പലതവണ രൂപീകരിക്കപ്പെട്ടു. ഇത് 79 തൊട്ട് ഉയർന്ന പരാതികൾ. ഈ ആക്ഷൻ കൗൺസിലിന്റെ അംഗങ്ങളായിട്ടുള്ള പലരും ഈ സാഹചര്യങ്ങളിലൊക്കെ മരിച്ച റിപ്പോർട്ടുകളും ഉണ്ടായില്ലേ? ഈ ആക്ഷൻ കൗൺസിലുകൾ രൂപീകരിക്കപ്പെട്ടപ്പോൾ അതിന്റെ മെമ്പർമാരായിട്ടുള്ളവരും ഇത്തരം ഭീഷണികളിലൂടെ കടന്നു പോകുക, ചിലർ മിസ്സിംഗ് ആവുക, അങ്ങനത്തെ റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നോ? മിസ്സിംഗ് ആയിട്ടില്ല, എന്നാലും ഭീഷണി ഭയങ്കരമായിട്ട് വന്നുകൊണ്ട് ഭീഷണി വന്നിട്ടുണ്ട്. ഞങ്ങളുടെ ഗിരീഷ് മട്ടൻ എന്ന് പറഞ്ഞ പുള്ളിനെ റോഡിൽ തടഞ്ഞിട്ട് ഒത്തിരി പേര് കൂടി അടിക്കാൻ കൂടിയതുണ്ട്. അങ്ങനെയൊക്കെ കുറെ ആയിക്കൊണ്ട് ഇപ്പൊ നമുക്കെന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഇതിന് നേരെ നിൽക്കുന്ന ആൾക്കാർക്ക് റോഡിലൊന്നും ഇറങ്ങി നടക്കാൻ പറ്റിയല്ല. അങ്ങനെ ഒരേ ആളൊന്നും പോകാൻ പറ്റിയല്ല. അത് പോവാന്ന് ഒരു ടീമായിട്ടാ പോകുന്നത്. എവിടെയാണെങ്കിലും ടീമായിട്ടാ പോയിട്ട് വരും നമ്മള്. അതായത് താങ്കൾ അടക്കമുള്ളവർക്ക് അങ്ങനെ ഒറ്റയ്ക്ക് എവിടെയും പോകാൻ കഴിയാത്തൊരു സാഹചര്യമാണ് ഇതുമായിട്ട് മുന്നിട്ടിറങ്ങിയ ശേഷം എന്നാണോ? അതെ, ഇപ്പൊ ഞങ്ങൾ തന്നെ ഈ കർണാടകത്തിൽ അവിടെ സഞ്ചരിക്കാൻ എന്നെ ഒരു 6 സ്ഥലത്ത് അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. 1-2 സ്ഥലം അവര് 100-300 പേര് കൂടി വരും. അതല്ല മംഗലത്തിന് ഉടുപ്പി തന്നെ ഞങ്ങളെ വരെ അറ്റാക്ക് ചെയ്തതാ. ഞങ്ങളെ വണ്ടിയൊക്കെ തടഞ്ഞു, വണ്ടിന്റെ ടയറെല്ലാം പഞ്ചർ ചെയ്തു. അത് 1 മണിക്കൂർ കഴിഞ്ഞാൽ പോലീസ് വരുന്നത്, 1.5 മണിക്കൂർ കഴിഞ്ഞാൽ പോലീസ് വരുന്നത്. ആ അവസ്ഥയിലായത് ഞങ്ങൾക്ക്. എല്ലാം എന്താ പറഞ്ഞാൽ നേരത്തെ എതിർത്തിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇവരെ പേടിച്ചിട്ട് നമ്മൾ ആരും ഇവിടെ നിൽക്കുന്നില്ല, ഇനി നിൽക്കാൻ പോകുന്നതും ഇല്ല. ശരി, ഞാൻ തിരികെ വരാം.